അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവര്, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവര്, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാറുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തളിക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടല പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേചന വരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. നമ്മൾ ചോദിച്ചാൽ ആർക്കും ദൈവം തരും. കാര്യം
ദാനം എല്ലാവർക്കും ലഭിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. ലുക്കായുടെ സുവിശേഷം 12:56. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഓരോരോ സമയം വരുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതെന്തിനു വേണ്ടിയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് കരുതലെടുക്കേണ്ടത്, ഇങ്ങനെ ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഡിസേൺമെൻറ്റ് ചിന്തിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമില്ലേ, വാട്ട് സ്പിരിറ്റ്സ് ലീഡ്സ് യു? അപ്പോൾ അവിടെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായി, ശരിക്ക് സ്പോട്ടിൽ മനസ്സിലാക്കണം. ലുക്ക 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിനാണ് വിവേചനം എന്ന് പറയുന്നത്. സംഭവം കേൾക്കുമ്പോൾ വിവേചനം നമുക്കിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് കൂടാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ നിറച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയണത് യെസ് ഓർ നോ പറയേണ്ടി വരും. ചിലപ്പോൾ യെസ് നോ പറയേണ്ടി വരും. അതിന് നമ്മൾ നല്ല ഒന്നാമത്തെ ജാഗ്രത വേണം, ദൈവജാഗ്രത വേണം, ദൈവമായിട്ട് നല്ല റിലേഷൻസ് വേണം. ഈ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ പറയുക, വെളിപാടുകളാണ്. കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. വിവേചന വരത്തിന് സഹായിക്കുന്നത് വിവേചന ഒരു വെളിപാടാണ്. ശരിക്കും കർത്താവുമായി നല്ല ബന്ധമുള്ളവരാകുമ്പോൾ അതിനകത്തുള്ള വിഷയം നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല, നമുക്ക് തെറ്റുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. എല്ലാം ഇന്റർകണക്റ്റഡാണ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്ക് ഇടറുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ പറയും ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. വിവേചനപരത്തിൻ്റെ ഒരു സോഴ്സ് ഇൻറ്റിമസിയാണ്. ശരിക്കും ഡിസേൺമെൻറ്റ് ഔട്ട് ഓഫ് ഇൻറ്റിമസിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ദൈവശാസ്ത്രങ്ങളല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കരിസ്മാറ്റിക് തിയോളജിയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യം ദൈവശാസ്ത്രജ്ഞന്മാരല്ല ശരിക്കും ബൈബിളിൻ്റെ ഉപകരണമായിട്ട് വന്നത്, അപ്പോസ്റ്റലിക് കരിസ്മാറ്റിക്സാണ്. അതാണ് വിഷയം. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്, ദൈവസ്നേഹത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പിന്നീട് ദൈവശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ അപ്പോസ്റ്റലന്മാർ പറഞ്ഞത് ദൈവ അനുഭവങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വെളിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒന്നാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനത്തിൻ്റെ സോഴ്സാണ്. അപ്പം എപ്പോഴും എൻ്റെ മക്കൾ ദൈവസ്നേഹമുള്ളവരായിരിക്കാൻ, ആ സ്നേഹം ദൈവത്തിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വിവേചനം പെട്ടെന്നുണ്ടാകും. എവ്ലിൻ യൂനസ്, എൻ്റെ ഹസ്ബൻഡ് ജിൻസൺ യൂനസ്. ഞാൻ ആക്ച്വലി എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 4th മാർച്ചിലാണ് എടുത്തത്. ഉടമ്പടി എൻ്റെ ബേബിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി പ്രീ ടൈം ഡെലിവറി ആയിരുന്നു. എനിക്ക് 7.5 മാസത്തിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ആക്ച്വലി എനിക്ക് BP ഹൈ ആയതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ടി വന്നു. ഡെലിവറി ചെയ്ത് ബേബിക്ക് സ്കാൻ ചെയ്തപ്പോൾ 1700 ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. 1 കിലോ 700 ഗ്രാമായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് BP വീണ്ടും ഹൈ ആവുന്നു. മെഡിസിൻസ് കൂട്ടിയിട്ട് ഒന്നും BP കുറയുന്നില്ല. ആൻഡ് എനിക്ക് യൂറിക് ആസിഡും എല്ലാം കൂടുന്നുകൊണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു 50-50 ചാൻസ് ആണ്, either ബേബി അല്ലെങ്കിൽ അമ്മനെ രക്ഷിക്കാൻ പറ്റുള്ളൂ, സോ വേഗം തന്നെ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്ത് അന്ന് ബേബിയുടെ വെയിറ്റ് 1600 ആയിരുന്നു. അപ്പോൾ തന്നെ NICUലേക്ക് അഡ്മിറ്റ് ചെയ്തു. NICUയിൽ അഡ്മിറ്റ് ചെയ്ത് 3 days കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ വെയിറ്റ് വീണ്ടും കുറഞ്ഞു, 1470 ആയി. ദെൻ നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു. ഒട്ടും വയ്യാതെ, ഓക്സിജൻ ഒന്നും കിട്ടാതെ ആൾ വെന്റിലേറ്ററിലായി. ആൾ ബ്ലൂ കളറൊക്കെ ആയി മാറണം. ഒട്ടും ബ്രീത്തിങ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സീരിയസ് ആയിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങളൊരു 1.5 മാസം ആ ഹോസ്പിറ്റലിൽ ഞങ്ങളവിടെ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി. ആൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പ്രീ ടൈം ആയതാണ്, അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്തെടുത്തിട്ട് സിറിഞ്ച് ഫീഡാണ് ചെയ്തുകൊണ്ടിരുന്നത് അയച്ചേ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫീഡ് ചെയ്തത് ഓവർ ഫീഡായപ്പോൾ ആൾ വൊമിറ്റ് ചെയ്ത് ആകെ ടയേർഡായി, അനക്കമൊന്നുമില്ല. 3 തവണ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഒട്ടും ആക്റ്റീവ് അല്ല, നമുക്ക് നെക്സ്റ്റ് ഡേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് IMA ബാങ്കിൽ പോയി വാങ്ങിക്കൊടുത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഫിക്സ് വന്നത് എൻ്റെ ആ റീസൺ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തു. EG ചെയ്തപ്പോഴത്തേക്കും ആൾക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ലെവൽ 1 ആണ്, കുഴപ്പമില്ല, മെഡിസിൻ കഴിച്ച് മാറും, 6 മാസത്തേക്ക് മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. 2 നേരമാണ് ആ മെഡിസിൻ ഉള്ളത്. 7 ഡ്രോപ്സ് വീതമാണ് കൊടുക്കുന്നത്. ആ ഡ്രോപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബേബി ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് ആയിപ്പോവും. പിന്നെ ഒരു 7-7.5 മണിക്കൂർ ആൾ ഫുള്ള് ഉറക്കമൊഴിക്കും. നമ്മൾ പാൽ കൊടുക്കാനൊക്കെ കുത്തി എണീപ്പിച്ചാലും ഒന്നും എണീക്കൂല, ഫുള്ള് ഉറക്കമൊഴിക്കും പറഞ്ഞു. പിന്നെ ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ലോങ് ആയതുകൊണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. സോ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി EG ചെയ്യാം, ഒരു സ്കാനും കൂടി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ EG കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയുന്നത് ആളുടെ ബ്രെയിനിൽ 60% വെയിൻസും ഡാമേജ് ആണ്. സോ ഒരു 2 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും പറയാൻ പറ്റുള്ളൂ ആൾക്ക് ഏത് ബോഡി പാർട്സിനാണ് ആ വെയിൻസ് എഫക്റ്റ് ചെയ്തേക്കുന്നത്. ആൾ ചിലപ്പോൾ അംഗവൈകല്യമാകും, ചിലപ്പോൾ നടക്കില്ല, കണ്ണ് കാണില്ല, ചെവി കാണില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയാണ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 years ആയിട്ട് ആയ ബേബിയാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും എൻ്റെ കസിൻസ് എല്ലാവരും പറയും കൃപാസന മാതാവിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു നമുക്ക് മെഡിസിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ ദൈവത്തിന് മാത്രം നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ സാക്ഷ്യം തന്നെ വെച്ചത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിലേക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞായി മാറണമെന്നായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് മാർച്ച് 4-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു. 24th അവൻ്റെ നെക്സ്റ്റ് സ്കാനായിരുന്നു, സെക്കൻഡ് സ്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെഡിസിൻസ് ഒന്നുമില്ല, പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ സ്കാൻ ചെയ്തില്ല. പിന്നെ എൻ്റെ മദനും പറഞ്ഞു സ്കാൻ ചെയ്യേണ്ട, നിങ്ങൾ ഉടമ്പടി എടുത്തല്ലേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ ഞങ്ങളിങ്ങനെ പ്രെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് സ്കാൻ ചെയ്യണമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബേബിയുടെ തല ഉറക്കുന്നതിന് മുന്നേ സ്കാൻ ചെയ്യണം, തല ഉറച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉടമ്പടിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് ആക്ച്വലി എല്ലാം ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ആക്ച്വലി മാമുദിസ ആയതാണെങ്കിൽ അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല, പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇത് പ്രീ ടൈം ബേബി ആയാലും നമുക്ക് വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല വീട്ടിൽ. ഞാൻ എൻ്റെ മദറും മാത്രമാണ് ബേബിനെ നോക്കുന്നത്, കാരണം ആൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒന്നും അലൗഡ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് പുറത്തും പോകാറില്ല. അപ്പോൾ ഞാൻ രോഗി സന്ദർശനം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പോലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ സാക്ഷികൾ ഞാനിവിടെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി എനിക്കൊരു 2-3 ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴായിരിക്കും എൻ്റെ ബേബിക്ക് ബ്ലെസ്സിങ്സ് കിട്ടാൻ പോകുന്നത്. കാരണം ഇനി ആ 2 years വരെയും ഡോക്ടർ ഞങ്ങൾക്ക് ടൈം പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ എനിക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുമെന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് എനിക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് 24th ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്കാൻ തന്നു. അത് 4-ാം തീയതി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി പോണ സമയത്തും ഞങ്ങൾ വണ്ടിയിലിരുന്ന് പോകുമ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡ് അത്ര ഭയങ്കര ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ ഈ കുട്ടീൻ്റെ ആവശ്യം വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഇത്രയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് പല ആൾക്കാരുടെ ദേഷ്യവും കാര്യമുണ്ട്, അതെല്ലാം ഞങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉടമ്പടിയിൽ ആള് എപ്പോഴും രാത്രി ഒറ്റ കരച്ചിൽ മാത്രമായിരിക്കും, ഉറങ്ങാറില്ല. എന്നിട്ട് പോലും ഞാൻ 5 o'clock എണീക്കും, മാസ് അറ്റൻഡ് ചെയ്യും, പ്രയർ ചൊല്ലാറുണ്ട്, എല്ലാം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ബാക്കി പറഞ്ഞു മാതാവ് അങ്ങേക്ക് അറിയാലോ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന ഉടമ്പടി പ്രവർത്തികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഡോക്ടർ എൻ്റെ ബേബിനെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു ആൾക്ക് ആക്ച്വലി ഉണ്ടായ എല്ലാം കംപ്ലീറ്റ് റിക്കവർ ആയിട്ടുണ്ട്, ഒന്നും ഇപ്പോൾ കുഴപ്പമില്ല, 60%-ൽ 0% ആയിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല ബ്രെയിനിലെന്ന് പറഞ്ഞു. ഡോക്ടറിനെ ഞങ്ങൾ കൺസൾട്ട് ഡോക്ടർ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എങ്ങനെ മാറിയെന്ന് അറിയില്ല, ബിക്കോസ് ഈ ഒരു പീരീഡിൽ ആൾക്ക് എങ്ങനെയൊക്കെ റിക്കവർ ആയെന്ന് അറിയില്ല. കാരണം ആദ്യം തന്നെ ബേബിനെ കാണുമ്പോൾ എല്ലാവരും പറയും ആളുടെ തല ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പോൾ ഒരു പെട്ടെന്ന് ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും തല നോർമലി വരുന്നുണ്ടായിരുന്നില്ല, തല ഭയങ്കര തീരെ ചെറുതായിരുന്നു. സോ
ആൾക്ക് ഒരു നോർമൽ ബേബിയുടെ പോലെ ആയിരുന്നില്ല ബൈ ലുക്ക് ഇയാളെ കാണുമ്പോഴത്തേക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം നോർമൽ ബേബീസിനെ പോലെ ആവാറായി. ആര് കാണുമ്പോഴും ഇത് പ്രീ ടൈം ബേബി ആണെന്നൊന്നും പറയാറില്ല. ഇപ്പോൾ വെയിറ്റ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ആൾക്കിപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി പ്രദീപ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ 30/9/2021 ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന നിയോഗം എൻ്റെ മോളുടെ +1 റിസൾട്ടും +2 റിസൾട്ടും ആയിരുന്നു. അവൾ +1 എക്സാമിന് ആദ്യമായിട്ട് കെമിസ്ട്രി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടെ ഒന്ന് പറഞ്ഞു, മമ്മി ഞാൻ ഫെയിലാവും. എല്ലാ കുട്ടികളും ഒരുപാട് പേപ്പർ മേടിച്ച് എക്സാം എഴുതിയപ്പോഴും എൻ്റെ മോൾ ഒരൊറ്റ പേപ്പറിലാണ് എഴുതിയത്. എഴുതിയിട്ട് പറഞ്ഞ് എന്തൊക്കെ എഴുതിയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മാർക്കൊന്ന് എത്ര കിട്ടുമെന്ന് പോലും കണക്കൂട്ടി നോക്കാൻ വയ്യ, അത്ര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട. പക്ഷെ അതിന് ശേഷമാണ് അടുത്ത എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ എനിക്ക് ഒരു വചനം തന്നിരുന്നു, മോക്കത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് +1 റിസൾട്ട് വന്നു. പരിശുദ്ധ അമ്മ സഹായിച്ച് അവൾ B+ഓടെ കെമിസ്ട്രിക്ക് പാസ്സായി. ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ +2ൻ്റെ റിസൾട്ടും വന്നു. അവൾ പഠിക്കാൻ അത്ര നല്ല മിടുക്കിയൊന്നും അല്ലായിരുന്നു. പഠിക്കുന്നതൊക്കെ അവൾ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് 83% മാർക്ക് മേടിച്ച് പാസ്സാകാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി ഇതുവരെ നന്ദി പറയാനായിട്ട് ഇവിടേക്ക് വരാൻ സാധിച്ചില്ല. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് മാപ്പ് പറയാണ്. അടുത്തയായിട്ട് ഞാൻ എൻ്റെ 4.5 വയസ്സുള്ള മകനെ, ഡാമിയൻ എന്നാണ് പേര്, സംസാരം തുടങ്ങിയപ്പോൾ അവന് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, വിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ഒരു 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പം മോൻ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ നന്ദി പറയാനായിട്ട് വന്നില്ല. വരാഞ്ഞത് എല്ലാ നിയോഗങ്ങളും സഹായിച്ചിട്ട് വരാം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ വീണ്ടും മോൻ ചെറുതായിട്ട് വീണ്ടും വിക്ക് വരുന്നത് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ നന്ദി പറഞ്ഞോളാം, പെട്ടെന്ന് വരാം. അങ്ങനെ വീണ്ടും വിക്ക് മാറി. പക്ഷേ ഞാനിപ്പോൾ അത് ഇന്നത്തെ ദിവസം ഞാൻ 5ാമത്തെ ഉടമ്പടിയാണ് ഞാനിപ്പോൾ പുതുക്കിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ മോൻ നന്നായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ അതിലുപരി അവന് പഠിക്കാനും നല്ല മടിയായിരുന്നു. LKG ചേർത്തിട്ടും എല്ലാ കുട്ടികളും കൈപിടിച്ച് എഴുതിയിട്ടും കൈപിടിച്ച് എഴുതത്തില്ല, ബുക്കിൽ നോക്കത്തില്ല. അങ്ങനെ ഒത്തിരിയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ മോൻ പഠിക്കാത്ത ഈ കാര്യം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ 3ാമത് ഉടമ്പടി വെച്ചിട്ട് തിരികെ പോയി 1-2 ദിവസത്തിനകത്ത് വെച്ച് മോൻ നന്നായിട്ട് എഴുതി തുടങ്ങി. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തായിട്ട് ഞാൻ എൻ്റെ തന്നെ രോഗസൗഖ്യമാണ് പറയുന്നത്. എനിക്ക് 10 വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ മെഡിസിൻ ആയുർവേദം, അലോപ്പതി, ഹോമിയോ അങ്ങനെ മാറി മാറി ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഡോസ് കുറച്ച് കൊണ്ടുവരാൻ ഡോക്ടേഴ്സ് നോക്കുന്ന സമയത്ത് പറ്റുന്നില്ല. തൈറോയ്ഡ് വീണ്ടും കൂടി പോകുമായിരുന്നു. പക്ഷെ ഞാനിത് ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് എപ്പോഴും തൊണ്ടയ്ക്ക് സൗണ്ട് അടയുകയോ ജോയിൻസിന് വേദന വരികയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, തൈറോയ്ഡ് കൂടിക്കാണുമെന്ന്. അപ്പോൾ എൻ്റെ മൂത്ത മോള് തന്നെ എന്നോട് പറഞ്ഞ്, മമ്മി ഉടമ്പടി വെച്ചേക്കുന്ന കാര്യമല്ലേ, ഒരുപാട് പേർക്ക് തൈറോയ്ഡിനൊക്കെ സൗഖ്യം കിട്ടുന്നത് സാക്ഷ്യം നമ്മൾ കേൾക്കുന്നുണ്ട്, മമ്മിക്കും പരിശുദ്ധ അമ്മ സൗഖ്യം തരുമെന്ന് പറയും. അപ്പോഴാണ് എനിക്കൊരു ബോധ്യം ഉണ്ടായത്. അന്നത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ മെഡിസിൻ എല്ലാം എടുത്ത് ഡസ്റ്റ്ബിനിൽ കളഞ്ഞു. ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു 8-9 മാസത്തേക്കുള്ളായി ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ തൈറോയ്ഡ് നോർമലാണ്. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുകയാണ്. പിന്നെ ഒരു 3-3.5 വർഷമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാരണം എന്തെന്നറിയില്ല, എനിക്ക് നെഞ്ചിടിപ്പ് വരികയും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ശ്വാസം കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടായി. എന്നെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു രാത്രിയിലൊക്കെ. അതെൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാവരും. എനിക്ക് ഈ അസ്വസ്ഥത വരുമ്പം പെട്ടെന്ന് മരിച്ചു പോകുന്നതായിരുന്നു തോന്നിയിരുന്നത്. എന്നെ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പുകളും, എന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ മാറി കൊണ്ടുപോയി പരിശോധന നടത്തി.
അപ്പോൾ എല്ലാം എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ എനിക്ക് ഒന്നിലും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ടെൻഷൻ കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്, എനിക്കൊരു രോഗവും ഇല്ല. പക്ഷേ ഇതെനിക്ക് ഡോക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. കാര്യം ഉറങ്ങി കിടക്കുമ്പോൾ പോലും എൻ്റെ ശ്വാസം നിന്ന് പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. ഞാനിവിടെ ഉടമ്പടിയിൽ ഈ നിയോഗം അങ്ങനെ വെച്ചിരുന്നു, പക്ഷേ ഞാനതത്ര കാര്യമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ എൻ്റെ ഈ അവസ്ഥ പൂർണ്ണമായും മാറി. ഞാൻ എപ്പോഴും ഈശോടത്തും മാതാവിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, എനിക്കിങ്ങനെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു അവസരം ഉണ്ടാക്കരുത് എന്ന്. കാര്യം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, രാത്രിയിൽ 12 മണി 1 മണി സമയത്തൊക്കെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എല്ലാവർക്കും. അപ്പം ഞാൻ ഇനി ആ എനിക്ക് രോഗമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു അവസരം ഉണ്ടാകരുതെന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ ഉടമ്പെടുത്തതിന് ശേഷം ഞാൻ പോലും അറിയാതെ എനിക്ക് എപ്പോഴാണിത് മാറിയെന്ന് പോലും ഇപ്പോൾ എനിക്കറിയാൻ വയ്യ. എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും ഇപ്പോൾ എനിക്ക് നെഞ്ചിടിപ്പോ ശ്വാസം തടസ്സമോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനി കോവിഡ് വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ളവരൊക്കെ തരാതെ കമ്പനി ഒരുപാട് തകർച്ചയിലേക്ക് പോയി. അപ്പോൾ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുത്തു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വരുമാനങ്ങളെല്ലാം നിലച്ചു. പക്ഷേ അവസാനം ഞങ്ങൾക്ക് SBIയിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ SBIക്കാർ വീട്ടിൽ വന്ന് ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇവിടുന്ന് കൊണ്ടുപോയൊരു സ്റ്റാച്ചു എൻ്റെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കയ്യിൽ പേപ്പറിൽ 1 മാസം ഇത്ര രൂപ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഇത് അടയ്ക്കണമെന്ന് എനിക്കറിയത്തില്ല, അമ്മയ്ക്ക് തന്നെ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പൈസകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ നല്ല രീതിയിൽ ക്രമീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് കുറേ നിയോഗങ്ങളുണ്ട്, അത് അമ്മ ഇനിയും സാധിച്ചു തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഈശോ അമ്മയും കൂടെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് പ്രവീൺ തോമസ്. ഞാൻ വയനാട് ചെറുകാട്ടൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 28-നായിരുന്നു ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെയായിരുന്നു എൻ്റെ പപ്പയുടെ കടം ബാധ്യത മാറുവാൻ വേണ്ടിയായിരുന്നു. പപ്പ ബാങ്കിൽ നിന്നൊരു 8 ലക്ഷം രൂപ ലോൺ എടുക്കുകയും അത് അടയ്ക്കാൻ സാധിക്കാതെ പലിശ കൂട്ടുപലിശയായി ഏകദേശം 11 ലക്ഷത്തിന് മേലെ ബാങ്കിൽ നിന്ന് വിളി വരികയും അതെങ്ങനെയെങ്കിലും അടയ്ക്കണമെന്നുള്ള ഒരു നോട്ടീസ് പോലെ ഒരു ഇത് വരികയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് മാനേജർ മാതാവിൻ്റെ രൂപത്തിൽ വന്ന് അത് പുതുക്കുവാൻ ഒരു അവസരം തരികയും അതെനിക്ക് പുതുക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ എനിക്ക് ആകെ 4 ലക്ഷം രൂപയാണ് അടവുള്ളൂ. അതെനിക്ക് സുഖമായിട്ട് അടച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിനായിട്ട് അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത്, ഞാൻ ആ സമയത്ത് എനിക്ക് 12,000 രൂപ മാത്രമായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. ഞാൻ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്കതൊരു 15,000 രൂപയായി ഉയർത്തി തരണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് അമ്മ മാതാവ് അത് 25,000 രൂപയായി ഉയർത്തി തരികയും പുതിയ ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ചേട്ടായി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കമ്പനിയിൽ 4 വർഷമായിട്ട് സ്ഥാനക്കയറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ വെക്കുകയും ചേട്ടന് സാലറി കൂടുകയും ചെയ്തു, ഉയർന്നൊരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ 2.5 വർഷമായിട്ട്, അതായത് കോവിഡ് വന്ന് അത് കഴിഞ്ഞ് 2.5 വർഷമായിട്ട് കുംസാരവും കുർബാനയൊന്നും ഇല്ലാതെ എന്താ പറയുക ദൈവത്തോടൊക്കെ ഒരു എതിർപ്പായി ആ രീതിയിലേക്ക് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം അവനെ വിളിച്ച് അമ്മ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശീർവാദം കൊടുക്കുകയും അവനോട് പോയി പള്ളി കുംസാരിക്കാൻ പറയുകയും അവന് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഈസ്റ്ററിന് അവൻ കുംസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ 2ാം തവണയെ പുതുക്കിയത് നവംബർ 12-ാം തീയതി ആയിരുന്നു 2022. അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ വീട് പണീൻ്റെ കാര്യമായിരുന്നു. ജനുവരി 31-ാം തീയതിക്കുള്ളിൽ വീട് പണി തുടങ്ങണമെന്നായിരുന്നു നിയോഗം വെച്ചത്. അമ്മ മാതാവ് എനിക്ക് ഡിസംബർ 1-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു 13 സെൻറ്റ് സ്ഥലം തരികയും പുതിയ വീടിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ വാർപ്പാണ് നടക്കുന്നത്.
അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂടി കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ ഷൂ ഇട്ടിട്ട് വളങ്കടിയായിട്ട് അത് മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി തൈലം പരട്ടുകയും വിശ്വാസ പ്രമാണം 9 പ്രാവശ്യം ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു. 4 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു. അമ്മ പല മരുന്നുകളും ഉപയോഗിച്ചായിരുന്നു, പക്ഷേ മാറ്റമില്ലായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി എണ്ണ അമ്മയുടെ തലയെ കുരിശ് വരച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തലവേദനയില്ല. 1000 നന്ദി ദൈവത്തോട് പറയും.